അവർക്ക് കൊടുത്ത മറുപടി എല്ലാം കഴിഞ്ഞിട്ട് അല്ലാഹു തആല അടുത്ത ആയത്തിൽ പറയുന്ന എന്താ അറിയോ? ഇന്നാ ലനൻസുറു റുസുലനാ വല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ. ദുനിയാവിലും നാം അവരെ സഹായിച്ചു. പ്രവാചകന്മാർക്ക് അല്ലാഹു സഹായം കൊടുത്തിട്ടുണ്ട്. വിശ്വാസികൾക്കും അല്ലാഹു സഹായം കൊടുക്കും. പോരാ, പരലോകത്ത് ഇഹലോകത്ത് മാത്രമല്ല, വയൗമ യഖൂമുൽ അശ്ഹാദ്, സാക്ഷികൾ കടന്നു വന്ന് നമുക്ക് വേണ്ടി സാക്ഷി പറയുന്ന ആ ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിലും നാം അവരെ സഹായിക്കും. ആരെ? നമ്മുടെ ദൂതന്മാരെ. വല്ലദീന ആമനു, വിശ്വസിച്ചവരെയും. അള്ളാഹു വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ ഇത്രയും ഒരാമുഖം നിങ്ങളുടെ മുമ്പിൽ വെച്ചത് ആ പരലോകത്താണ് നമുക്ക് രക്ഷ കിട്ടേണ്ടത്. ആ രക്ഷ തരാൻ ഇന്നത്തെ വിഷയത്തിൻ്റെ ഹെഡിങ് എന്താ? നമുക്ക് അല്ലാഹു മതി, കൂടെയുണ്ട്, ദുഃഖിക്കണ്ട. ആ റബ്ബിന് മാത്രമേ കഴിയൂ, ഒരാൾക്കും കഴിയില്ല. പ്രവാചകന്മാര് പോലും ഒഴിഞ്ഞു മാറുന്ന, ഒന്ന് റബ്ബിന്റെ മുന്നിലേക്ക് ഷഫാഅത്തിന് വേണ്ടി, ഒന്ന് വിചാരണ തുടങ്ങാൻ വേണ്ടി, ആവശ്യപ്പെടാൻ വേണ്ടിയുള്ള ഒരു ശുപാർശ പറയാൻ പ്രവാചകന്മാരോട് പറയുമ്പോൾ എല്ലാ നബിമാരും ഓരോന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി. മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുമ്പോ അല്ലാഹു തആല പറയുന്നത് ഹദീസിലുണ്ട്. അല്ലാഹു തആല മുത്ത് നബിയോട് പറയും, ഓ മുഹമ്മദേ എന്ന് വിളിച്ചിട്ട് അല്ലാഹു വിളിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ഇർഫഅ റഅസക്, തല ഉയർത്ത്, ചോദിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നബിയെ ജനകോടികളുടെ മുമ്പിൽ വെച്ച് പരിഗണിക്കുന്ന, ഇന്ന് മഹാഭൂരിപക്ഷമുള്ള ക്രൈസ്തവർ അംഗീകരിക്കാത്ത അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, ആ ജനവിഭാഗങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന റബ്ബിന്റെ കോടതിയിൽ എല്ലാ നബിമാരുടെ കൂട്ടത്തിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് അവിടുന്ന് ചോദിച്ചോളൂ എന്താണ് വേണ്ടത് എന്ന് പറയുന്ന ആ ഒരു പരിഗണന നടക്കുന്ന, ഏറ്റവും ഖുബ്റയായ ശഫാഅത്ത് നടക്കുന്ന ഒരു ദിവസത്തെ ഹദീസിൽ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ തെറ്റുകളും കുറ്റങ്ങളും തിരുത്താനാവാത്ത വിധം പാപപങ്കിലമായി നമ്മുടെ മനസ്സുകൾ മാറി, പശ്ചാത്താപത്തിന്റെ മനസ്സില്ലാതെ, ഇസ്തിഗ്ഫാറിന്റെ മനസ്സില്ലാതെ, എല്ലാ രാത്രിയും ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞ ലോകരക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ എന്റെ ദുഃഖങ്ങളും എന്റെ പ്രശ്നങ്ങളും എന്റെ പ്രയാസങ്ങളും എന്റെ തെറ്റുകുറ്റങ്ങളും എടുത്തു വച്ചിട്ട്, റബ്ബേ നീ അല്ലാതെ എനിക്ക് മാപ്പ് തരാൻ ആരുണ്ട് എന്ന് ചോദിച്ചാൽ, നീട്ടിയ കരങ്ങളെ സിഫ്റാക്കി മടക്കാൻ, ശൂന്യമാക്കി മടക്കാൻ എനിക്ക് ലജ്ജയാണ് എന്ന് പറഞ്ഞ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പഠിപ്പിച്ച ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുന്നിലേക്ക്, പ്രിയപ്പെട്ടവരെ, ഒന്ന് രാത്രിയുടെ അവസാന ഭാഗം ഒന്ന് എഴുന്നേറ്റ് ഒരു 3, 5, 7, 9, 11 റക്അത്തുകളൊക്കെ നമസ്കരിച്ച് ഒന്ന് മനസ്സുരുകി റബ്ബിന്റെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്താൻ സാധിക്കാത്തവർ ഈ സദസ്സിലുണ്ടോ? നമ്മൾ നമ്മളോട് ചോദിക്കണം. യൻസിലു റബ്ബുന വതബാറക വതആല ഇല സമാഇ ദുനിയ കുല്ല ലൈല, എല്ലാ രാത്രിയും ഒന്നാം ആകാശത്തിലേക്ക് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് അതേ ഇറങ്ങി വരും എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്. എന്തിനാണ് വരുന്നത്? അടിമകളായ നമ്മളെ പരിഗണിക്കാനാണ്, നമുക്ക് പ്രത്യേക പരിഗണന തരാനാണ്. ചോദിച്ചോളൂ, ഇസ്തിഗ്ഫാർ ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. പശ്ചാത്തപിച്ചോളൂ, നിങ്ങളുടെ പശ്ചാത്താപം ഞാൻ സ്വീകരിക്കാം. പക്ഷെ നമ്മൾ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. കാരുണ്യവാനായ റബ്ബ്, കരുണാനിധിയുടെ ഉടമയായ റബ്ബ് മനുഷ്യലോകത്തെ, പ്രിയപ്പെട്ടവരെ, അവന്റെ തെറ്റുകളും കുറ്റങ്ങളും പുറത്തു കൊടുത്ത് നാളെയുടെ ലോകത്ത് ആകാശഭൂമിയോളം വിശാലമായ സ്വർഗീയ പൂങ്കാവനത്തിലേക്ക് അവൻ ഇടം കൊടുക്കാൻ, അവസരമുണ്ടാക്കാൻ, ആ മനുഷ്യന്റെ മുമ്പിൽ പടച്ചവൻ വെച്ച ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും അവന്റെ മുമ്പിലേക്ക് എടുത്തു പറയുക. കണ്ണുനീരൊറ്റി വീണ് മനസ്സുരുകി, പ്രിയപ്പെട്ടവരെ, വിറക്കുന്ന ചുണ്ടുകളുമായി അള്ളാഹുവിന്റെ മുമ്പിലേക്കൊന്ന് പറയാൻ. പക്ഷെ നമ്മൾ വന്നാസുനിയാമുൻ, ജനങ്ങളെ കുറങ്ങുകയാണ്, നമ്മളും ഉറങ്ങുകയാണ്. ഈ സദസ്സിൽ തഹജ്ജുദ് നമസ്കരിക്കുന്ന എത്ര പേരുണ്ട്? ഉണ്ടാവാം, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ധാരാളം പേരുണ്ടാവാം. എല്ലാവർക്കും കഴിയട്ടെ, അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലങ്ങനെ ഇറങ്ങി ഭൂമിയോടടുത്ത ആകാശത്തിലേക്ക് വന്നിട്ട് പറയാ,
ചോദിച്ചോളൂ അടിമകളെ, നമ്മൾ ഉറങ്ങാണ് അല്ലേ? ആ റബ്ബിനെ കുറിച്ച് നമ്മൾ പഠിക്കണം എന്നത് മാത്രമാണ് സത്യത്തിൽ ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരായത്ത് കൂടി പറഞ്ഞ് നമുക്ക് ചില കാര്യങ്ങൾ പറയാം. നോക്കൂ, യൗമ ലാ യൻഫഉ ളാലിമീന മഅദിറതുഹും വലഹുമുൽ ലഅനതു വലഹും സൂഉദ്ദാർ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഗാഫിറിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്താണ് ഈ ആയത്തിൽ പറഞ്ഞത്? യൗമ ലാ യൻഫഉ ളാലിമീന, കുറ്റം ചെയ്തവർ, കുറ്റവാളികളായ ആളുകൾക്ക് ഉപകാരപ്പെടാത്ത ദിവസമാണ്. എന്ത്? മഅദിറതുഹും, അവരുടെ ഒഴികഴിവുകൾ. പടച്ചോനെ, അങ്ങനെ സംഭവിച്ചതാ, ഇങ്ങനെ സംഭവിച്ചതാ. ഒരു തിരുത്താനുള്ള അവസരം കിട്ടിയാൽ തിരുത്താൻ റെഡിയാണ്. ഒന്ന് മടക്കിയാൽ പടച്ചവനെ എല്ലാം തിരുത്തി നന്നാകാൻ റെഡിയാണ്. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഒരു മഅദിറത്തും അവിടെ ഉപകാരപ്പെടുകയില്ല. വലഹുമുൽ ലഅന, അവർക്കാണ് ശാപമുള്ളത്. വലഹും സൂഉദ്ദാർ, അവർക്കാണ് മോശമായ സങ്കേതമുള്ളത്. ജഹീമെന്ന, ജഹന്നമെന്ന, ലളയെന്ന, ഹുതമയെന്ന, വൈലെന്ന, സഖറെന്ന, അന്നാറെന്ന് പേരിട്ട് വിളിക്കുന്ന ഓളിക്കത്തുന്ന നരകം, സൂഉദ്ദാർ, അവർക്കാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോ ഇനി നമ്മുടെ വിഷയത്തിന്റെ ഹെഡിങ്ങിലെ ചില കാര്യങ്ങൾ കൂടി പറയാം. ദീർഘമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ്? അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്, ദുഃഖിക്കണ്ട. ദുഃഖമുണ്ടാകേണ്ടത് ആ രംഗത്തെക്കുറിച്ച് ആലോചിച്ചിട്ടാണെന്നാണ് ഞാൻ ഇത്രയും സമയം പറഞ്ഞത്. ഇവിടുത്തെ ഏത് പ്രതിസന്ധിയും പ്രവാചകന്മാർ അള്ളാഹു തെരഞ്ഞെടുത്ത, ഇവിടെ എന്നെ കേൾക്കാൻ വന്ന ഉമ്മമാരെ, സഹോദരങ്ങളെ, നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളിൽ സാധാരണക്കാരാണ്. അള്ളാഹു തെരഞ്ഞെടുത്ത പ്രവാചകന്മാർ അള്ളാഹു തെരഞ്ഞെടുത്ത മഅസൂമിങ്ങളാണ് അല്ലേ? പ്രത്യേക സുരക്ഷിത വലയം അള്ളാഹു വെച്ചു കൊടുത്തവരാണ്. എന്നിട്ട് ആ പ്രവാചകന്മാരെല്ലാവരും നോർമൽ മരണാണോ? അല്ല. ആ പ്രവാചകന്മാരെല്ലാവരും നോർമൽ മരണാണോ? അല്ലാന്ന്. മറ്റുള്ളവരുടെ കരങ്ങളാൽ അടിയേറ്റുകൊണ്ടും അപകടത്തിൽപ്പെട്ടുകൊണ്ടും ഒക്കെ മരിച്ചു. അപ്പൊ പിന്നെ അള്ളാഹു നമ്മളെ പരീക്ഷിക്കൂലേ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് പ്രവാചകന്മാർ. ഖലീലുല്ലാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കൂട്ടുകാരൻ എന്ന പേര്, അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ. പരീക്ഷണങ്ങളുടെ എത്രയെത്ര എണ്ണി പറയാനുണ്ട്. കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി ആ പ്രവാചകൻ. അവസാനത്തെ ഒടുവിലത്തെ പ്രവാചകനായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പല്ല് പൊട്ടിയില്ലേ പ്രവാചകന്റെ? അമ്പുകൊണ്ട്, ഏറുകൊണ്ട് കാലിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് ചോര വാർന്നൊലിച്ചില്ലേ? ഉമ്മയുടെ നാട്ടിൽ അഭയം കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ കുട്ടികൾ കയറും വടികളും കല്ലുകളുമായി എറിഞ്ഞ് ആട്ടി ഓടിച്ചില്ലേ? നമുക്കൊരു ചെറിയ കുത്തുവാക്ക് കേൾക്കാൻ കഴിയുന്നില്ല അല്ലേ? നമുക്ക് ചെറിയൊരു മനപ്രയാസം ഉണ്ടാകാൻ പറ്റുന്നില്ല അല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നാട്ടിൽ തൗഹീദുമായി ജീവിച്ച് മുന്നോട്ട് പോകുമ്പോ, അതിന്റെ ദഅവത്ത് നിർവഹിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ഉണ്ടാകുന്ന പ്രയാസത്തിൽ ചില അഭയം അതേ തന്റെ ഉമ്മയുടെ നാട്ടിൽ കിട്ടുമെന്ന് വിചാരിച്ച് ത്വായിഫിന്റെ മണ്ണിലേക്ക് ചെല്ലുമ്പോ വടികളും കയറും കല്ലുമൊക്കെയായി കാത്തുനിന്ന കുട്ടികൾ പിറകെ ഓടി ബഹളമുണ്ടാക്കി. നിങ്ങൾ ആ രംഗൊന്ന് മനസ്സിൽ കൊണ്ടു നോക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകെ ഓടി. കുട്ടികൾക്ക് അതിന്റെ ഗൗരവം അറിയില്ലല്ലോ. ആ പ്രവാചകന്റെ നേരെ കല്ലെറിയുകയാണ്. ശരീരത്തിൽ പല സ്ഥലത്തും കൊണ്ട് ചോര ഒറ്റി വീഴുകയാണ്. കിതച്ച് മലഞ്ചെരുവിൽ വന്നിരിക്കുമ്പോ മലകളുടെ ഡ്യൂട്ടിയുള്ള, പർവ്വതങ്ങളുടെ ഡ്യൂട്ടിയുള്ള മലക്ക് വന്ന് പറയുന്നു, ഈ രണ്ട് മലകൾ തമ്മിൽ കൂട്ടിയടിപ്പിച്ച് ഈ മണ്ണിനെ, ഈ നാട്ടിനെ ഇല്ലായ്മ ചെയ്യാൻ, ഉന്മൂലനം ചെയ്യാനാണ് അല്ലാഹുവിൻ്റെ അറിയിപ്പുള്ളത്. നിങ്ങളുടെ താല്പര്യം അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആർദ്രതയുടെ, അനുകമ്പയുടെ, അലിവിൻ്റെ, സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, സഹോദര്യത്തിൻ്റെ നിറകുടമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി,
ഇന്നഹും ലാ യഅലമൂൻ. വേണ്ട റബ്ബേ, അറിയാത്ത ടീമാണിവർ, അവർ ശരിയായിക്കൊള്ളും, പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ, പക്ഷേ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആ പ്രവാചകന്മാർ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരായ സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും എത്ര കടുത്ത പരീക്ഷണങ്ങൾ. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ നിന്ന് 2-3 സ്ഥലത്തൊക്കെ ഇങ്ങനെ ദ്വാരമായി എന്നാ ചരിത്രം പറയുന്നത്, വെറുതെ പറയല്ലല്ലോ. കൊണ്ടുപോയി നല്ല തീക്കനലുണ്ടാക്കി അതിൻ്റെ മേലെ കിടത്തി, കുപ്പായം ഊരിക്കളഞ്ഞ് മലർത്തിക്കിടത്തി. ശരീരത്തിൽ ഒരു പ്രത്യേക ശബ്ദം, നല്ല പഴുത്തു നിൽക്കുന്ന തീക്കട്ട അതിങ്ങനെ ശരീരത്തിൻ്റെ മാംസത്തെ തിന്ന് ഉരുകി തീർത്ത് ആ നീര് ഇറച്ചിയും തട്ടി ഒലിച്ചിറങ്ങി ആ തീ കെട്ടപ്പോൾ എണീറ്റ് പോകാൻ പറഞ്ഞ് കുപ്പായം കയ്യിൽ പിടിച്ച് ഓടി ഖബ്ബാബ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, നബിയേ, എപ്പോഴാണ് ഇനി അള്ളാൻ്റെ സഹായം? എപ്പോഴാണ് അള്ളാൻ്റെ സഹായം? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബ്ബാബേ, നമ്മളൊക്കെ എന്താ ക്ഷമിച്ചത്? നമുക്കൊക്കെ എന്ത് പ്രയാസം ഉണ്ടായത്? ക്ഷമിക്കണം ഖബ്ബാബേ എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളെല്ലാവരും ക്ഷമിക്കൂ സഹാബത്തെ, സ്ബിറൂ ഇന്നല്ലാഹ മഅസ്വാബിരീൻ എന്ന് പറഞ്ഞപ്പോൾ ഖബ്ബാബ് ഇങ്ങനെ തിരിഞ്ഞ് പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് ഇങ്ങനെ ഒറ്റി വീണിട്ട് ഖബ്ബാബിനോട് പറഞ്ഞു, ഖബ്ബാബേ, ക്ഷമിക്ക്, കാത്തിരിക്ക്, അള്ളാഹു നമുക്ക് വിജയം തരും ഖബ്ബാബേ. എന്നിട്ട് അവർ അള്ളാനെ എന്തെങ്കിലും ഒരർത്ഥത്തിൽ ഒരു മനസ്സുകൊണ്ടെങ്കിലും അവരാരെങ്കിലും അള്ളാഹുവിനെ തെറ്റായി ഊഹിച്ചോ? ഇല്ല. അള്ളാഹുവിനെതിരെ ഏതെങ്കിലും ഒരു വാക്ക് അവരാരെങ്കിലും പറഞ്ഞത് നമ്മൾ ആരെങ്കിലും ചരിത്രത്തിൽ എവിടെയെങ്കിലും കേട്ടോ? ഇല്ല സുഹൃത്തുക്കളെ. അപ്പോഴും അവർ പറഞ്ഞു, ഇല്ല, ഭയപ്പെടേണ്ട, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ഉണ്ടായിട്ടില്ലേ? സൗർ ഗുഹയിലിരിക്കുമ്പോൾ ചരിത്ര പേര് പറഞ്ഞാൽ മതി, ചരിത്രത്തിലേക്ക് പോകേണ്ടതില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, എൻ്റെ കാര്യം എനിക്ക് പ്രശ്നമല്ല നബിയെ, പക്ഷേ അവരുടെ കാല് നമ്മളിങ്ങനെ കാണുന്നുണ്ട്. തെരഞ്ഞവർ ഗുഹയുടെ അടുത്തെത്തി. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അവരൊന്ന് കുനിഞ്ഞാൽ നമ്മളെ കാണുമല്ലോ നബിയെ. അബൂബക്കറേ, നമ്മൾ 2 പേരുമാണ് ഇവിടെ ഉള്ളത് എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? നമ്മുടെ 2 പേരുടെ കൂടെ മൂന്നാമതൊരാൾ നമ്മുടെ കൂടെയുണ്ട് അബൂബക്കറേ. അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ആ സമയത്താണ് പ്രിയപ്പെട്ടവരെ ഈ വചനമിറങ്ങുന്നത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഭയപ്പെടേണ്ട, ദുഃഖിക്കണ്ട, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അതാ വിശ്വാസത്തിൻ്റെ കരുത്ത. ഞങ്ങനെ ചരിത്രമേ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഗുഹയിൽ ഇങ്ങനെ കുടുങ്ങി 3 പേര് ഉണ്ടോ? നിരാശപ്പെട്ടോ? എന്തെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് തെറ്റായി അവർ വിളിച്ചു പറഞ്ഞോ? ഇല്ല. അതിശക്തമായ കാറ്റിൽ മുകൾ ഭാഗത്തുനിന്ന് അടർന്നു പോന്ന വലിയ കല്ല് വന്ന് അഭയം തേടി കയറിപ്പോയ ഗുഹയുടെ മുഖത്ത് വന്നടഞ്ഞ് ആ ഗുഹ അടയുമ്പോൾ 3 പേരും കൂടി പറഞ്ഞതെന്താ? നമ്മൾ ചെയ്ത ഏറ്റവും നല്ല നന്മ എടുത്തു വെച്ചിട്ട്, ഒരു അമൽ എടുത്തു വെച്ചിട്ട് അള്ളാഹിനോട് പറയാ, ഞാൻ അവിടേക്ക് പോണില്ല, ഞങ്ങൾക്കറിയും. എല്ലാ സാഹചര്യവും ഒത്തിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയെ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ, കല്യാണം കഴിച്ച സ്ത്രീയല്ല, ഒരേ മുമ്പേ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ അവൾക്ക് ഇങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. ചരിത്രത്തിൽ അങ്ങനെ കാണാം. ഏതായാലും അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം ഒത്തു കിട്ടിയപ്പോൾ ആരുമില്ല, അവളും ഞാനുമല്ലാതെ മറ്റാരുമില്ല. ഹദീസിൽ വന്ന പ്രയോഗം എന്താണെന്നറിയോ? അവളുടെ 2 കാലിനുമിടയിൽ ഞാൻ ഇരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഇത്തക്കില്ല, നീ അള്ളാഹുവിനെ പേടിക്ക്, സൂക്ഷിക്ക്. അള്ളാഹുവേ, ഒരൊറ്റ മനുഷ്യനും ഇവിടെ കാണാനില്ലായിരുന്നു, അറിയില്ലായിരുന്നു. പക്ഷേ ആ സ്ത്രീയുടെ 2 കാലിനുമിടയിൽ ഞാൻ ഇരിക്കുമ്പോൾ അവൾ പറഞ്ഞ വാക്കുണ്ട്, എനിക്ക് തടയാൻ കഴിയില്ല. പക്ഷെ ഇത്തക്കില്ല, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ സ്ത്രീയെ സ്പർശിക്കാതെ ഞാൻ ഇറങ്ങി ഓടിയത്, റബ്ബേ നിന്നെ ഭയപ്പെട്ടിട്ടാ, അള്ളാഹുവേ നിന്നെ പേടിച്ചിട്ടാ എന്ന് പറഞ്ഞപ്പോ ഗുഹയുടെ മുഖത്തടഞ്ഞ കല്ല് അല്പം നീങ്ങി എന്ന്
ചരിത്രം രേഖപ്പെടുത്തുന്നു, ഹദീത്തിന്റെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്ക്. പല സ്ഥലത്തും ഭൂമി കുലുക്കങ്ങൾ, പല സ്ഥലത്തും കെട്ടിടങ്ങൾ തകർന്നു വീണിട്ട് ഉരുൾപൊട്ടലുകൾ. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിൽ നിന്ന് കാത്തിട്ടുണ്ട്, ഇനിയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒരു ബിൽഡിംഗ് തകർന്നു വീണ് നമ്മുടെ മേലെ സ്ലാബുകൾ അമർന്നു പോകാതെ ഏതോ ഒരു കല്ലിന്റെ മുകളിൽ അല്ലെങ്കിൽ കമ്പിയോ സ്ലാബോ കുത്തി നിന്ന് നമ്മൾ അതിന്റെ ഇടയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അമർന്നു പോയിട്ടില്ല. ആരെങ്കിലും കാണണം, സ്ലാബ് നീക്കാൻ കഴിയണം, അവിടെ ആളുകൾ എത്തണം, എന്നിട്ട് നമ്മളെ രക്ഷപ്പെടുത്തണം. അല്ലാഹുവേ, എന്റെ 2002 2010 2020 2023 ഇന്ന അമൽ റബ്ബേ ഞാൻ ഇതാ നിന്റെ മുന്നിലേക്ക് വെക്കുന്നു. റബ്ബേ, ഈ സ്ലാബ് ഒന്ന് താഴ്ന്നാൽ എന്റെ ജീവൻ അവസാനിക്കുകയാണ്. അല്ലാഹുവേ, ഈ സ്ലാബ് എന്നിൽ നിന്ന് നീങ്ങാനും ആളുകൾ അവിടെ എത്തിക്കുവാനും രക്ഷാപ്രവർത്തകന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരാനും റബ്ബേ ഞാൻ എന്റെ അമൽ നിന്നിൽ മുന്നിൽ വെക്കുകയാണ്. അത് തവസ്സുലാക്കിക്കൊണ്ട് നിന്നോട് പറയുന്നു, റബ്ബേ, ആ പ്രവൃത്തി ഞാൻ ചെയ്തത് നിന്റെ വജ്ഹ് മാത്രം കൊതിച്ചുകൊണ്ടാണ്, പരലോകത്ത് നിന്റെ സ്വർഗം കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ടാണ്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷ മോഹിച്ചുകൊണ്ടാണ്. അല്ലാഹുവേ, അത് സ്വീകരിച്ച് പടച്ചവനെ, ഈ ഏറ്റവും വലിയ പ്രയാസത്തിൽ നിന്ന് എന്നെ നീ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറയാൻ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആത്മാർത്ഥമായ അമലുകളെ മുന്നിൽ വെക്കാൻ എത്രയുണ്ട് സുഹൃത്തുക്കളെ, എത്രയുണ്ട്? ഒരു ചോദ്യമാണ്. നമുക്ക് നമ്മുടെ കൂടെ അല്ലാഹ് ഉണ്ട് എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ നമ്മുടെ മനസ്സ് ആരുടെ മുമ്പിലും തുറക്കാതെ നമ്മളൊറ്റക്ക് ഒരാത്മവിചിന്തനത്തിന് തയ്യാറായി രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ എഴുന്നേറ്റിരുന്നിട്ട് ഞാൻ ചെയ്ത അമലുകൾ, രഹസ്യമായ അമലുകൾ, ആർക്കും അറിയാത്ത നന്മകൾ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് കണക്ക് കൂട്ടി മനസ്സുകളിൽ ഒന്ന് കുത്തിക്കുറിക്കുമ്പോ എത്രയുണ്ട് പ്രിയപ്പെട്ടവരെ അമല്, എത്രയുണ്ട്? അപ്പൊ അല്ലാഹുവിൽ വിശ്വാസം ഉറപ്പിക്കുക, പടച്ചോ രക്ഷിക്കും. വേറെ ആരും നമ്മെ രക്ഷിക്കാനില്ല.